ഹായ്, ഗുഡ് ഈവനിങ് ടു ആൾ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ മഴ കുറച്ചൊന്ന് കുറഞ്ഞു കാണാനുണ്ട്. എങ്കിലും എല്ലാവരും സേഫാണ്, സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഓക്കെ, നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ വയനാട്ടിൽ സംഭവിച്ചത് നമുക്കറിയാം. അപ്പൊ അവരോടൊപ്പം നമ്മുടെ മനസ്സും പ്രാർത്ഥനയും മറ്റ് സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ സർവശക്തി നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പ്രകടിപ്പിക്കുക. ആ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നന്ദിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഇടുങ്ങിപ്പിടിച്ച ജീവിതത്തിലൂടെ ആയിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെയുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംസ്കാരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കുഞ്ഞു കാര്യം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല്, ഒരു ചെറിയ കാര്യത്തിന് പോലും താങ്ക്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നു, ജസാക്കല്ലാ ഖൈർ എന്നിങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ നമ്മള് കേരളക്കരയിലോട്ട് വരുമ്പോൾ അതിന് ഇത്തിരി കുറവ് സംഭവിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരു കൾച്ചർ, അച്ഛനും അമ്മയും മക്കളും ജീവിക്കുന്ന സമയത്ത് തന്നെ മക്കള് ചെറുത് എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ തന്നെ താങ്ക് യു ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മക്കളെ തലയിലൊന്ന് കൈവച്ച് അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ അതിനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകളും, അതായത് ഒരു 75-80% ആളുകളും എന്താ പറയാ, അങ്ങനെയൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. എന്ത് വിശേഷം, എപ്പോഴും അസുഖം തന്നെ. അതല്ലെങ്കിൽ എന്താ പറയാ, ഒന്നും സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ല, എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്, ഡോക്ടറെ അടുത്ത് പോകുന്ന നേരല്ല, ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ജലദോഷമോ അതല്ലെങ്കിൽ പനിയോ ചെറുതായിട്ടൊരു തലവേദനയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ പിരാഗി പറയും, നശിച്ച തലവേദന. ഒന്നും വേണ്ട, ഒരു മഴ ഒന്ന് നന്നായി പെയ്താൽ തന്നെ നാം പറയും ഒരു നശിച്ചൊരു മഴ, എങ്ങോട്ടും പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. വെയിലാണെങ്കിൽ പറയുന്നത് എന്തൊരു വെയിൽ, എന്തൊരു ചൂട്, ഒരു സ്വൈര്യല്ല അല്ലെ? മഴയാവുമ്പോ വെയിലാവാനും വെയിലാവുമ്പോ മഴയാവാനും മനുഷ്യൻ അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ. മിക്കവാറും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കാണില്ല, അതേസമയം കിട്ടാത്തതിലേക്കായിരിക്കും നാം പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്, ആ ഒരു കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നന്ദി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും താങ്ക് യു എന്ന് പറയുന്നുണ്ട്, ശുക്രൻ എന്ന് പറയും, നന്ദി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കൂടി, പക്ഷെ അത് നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് അങ്ങനെ അങ്ങ് പറയാറില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ നെഞ്ഞത്ത് കൈവച്ചിട്ട് നമ്മളെ മനസ്സിൽ നന്നായി ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് ഒരാളോട് താങ്ക് യു എന്ന് പറയുന്നതും വെറും ഒരു അധര വ്യായാമം പോലെ താങ്ക് യു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോ പിന്നെ ഈ ഒരു നന്ദി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, എന്താ അതിങ്ങനെ, ഇങ്ങനെ പ്രാഗി പറഞ്ഞ് നശിച്ചതും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാത്തേമൽക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്തുണ്ടാവും? സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം നിറഞ്ഞ് എന്താവും? അത് നമ്മെ ഒരു
നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് അങ്ങ് നയിക്കും. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു സംതൃപ്തി ഉണ്ടാവില്ല. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇല്ലായ്മയിലേക്കാണ്. അതേസമയം ഉള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, സംതൃപ്തി കിട്ടുള്ളൂ. അതിന് പകരം നാം എവിടെയാണോ കുറവുള്ളത് അവിടെ ആയിരിക്കും നാം ഫോക്കസ് ചെയ്യുക. കിട്ടാത്തത് എവിടെയാണ് അവിടെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നാം തന്നെ അതിനെ ആശ്വസിക്കാറുണ്ട്, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള രീതിയിൽ. അതല്ലാതെ അത് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് നന്മയായിരിക്കും. അതിന് ജഗനിയന്താവായ തമ്പുരാനോട് നന്ദി എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതായിട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് വീക്കാവും. നമുക്ക് ആ നന്ദിയുള്ളൊരു സ്വഭാവം ഇല്ലാന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തില് പലപ്പോഴും വിള്ളലുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കിട്ടിയതിനേക്കാൾ അനുഭവിച്ച സുഖവും സന്തോഷവും സമാധാനവും വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ട് അതിനൊരു കുറവ് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന സംസാരങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭർത്താവ് ഒരു ദിവസം ഒന്നുമില്ല ബർത്ത്ഡേക്ക് മറന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി മറന്നിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും രാത്രി ആവുമ്പോ എല്ലാം എടുത്താ, പിന്നെ ഓർമ്മപ്പെടുത്തലല്ല, എല്ലാം എടുത്തു വെച്ചിട്ട് ഇന്ന് ഏതാ ദിവസം എന്നറിയോ? ഇല്ല. അല്ലെങ്കിലും നിങ്ങളത് അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്നാ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, എന്തേ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് എന്ന് ചോദിക്കുന്ന ഭാര്യമാരുണ്ട്. തിരിച്ചുണ്ട്. എത്ര നന്നായി നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും, നന്നായി അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സ് ചെയ്ത് സുന്ദരിയായി ഏറ്റവും സൗന്ദര്യമുള്ള രീതിയിൽ അണിഞ്ഞൊരുങ്ങി നിന്നാലും അപ്പുറത്തെ വീട്ടിലെ കറിക്ക് എന്തൊരു ടേസ്റ്റാണ്, അവൾ എന്തൊരു മനോഹരമായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്തിട്ട് ഭാര്യയോട് നന്ദി പ്രകടിപ്പിക്കാത്ത പുരുഷന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ള വീടുകളിൽ കുട്ടികൾ വളരുന്നത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും. ആ കുട്ടികൾക്ക് കൾച്ചർ ഉണ്ടാവില്ല. ചിലവര് ഈഗോ കാരണം അത് പറയാൻ മടി. കുട്ടിയെ വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ താങ്ക് യുടാ എന്നൊന്നും പറയുന്നതിന് പകരം അവിടെ പോയിക്കോ. അതെന്താണ്, ആ ഗൃഹനാഥന്റെ ആ ഒരു സ്ഥാനത്തിൽ എന്തെങ്കിലും കോട്ടം തട്ടുമോ എന്നുള്ളൊരു ഈഗോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അതിന്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ചാണ് അല്ലെ. നമുക്ക് മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നന്ദി എന്നുള്ളൊരു വാക്ക് അതൊരു മനസാന്നിധ്യത്തോടു കൂടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കിട്ടാവുന്ന നേട്ടങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമുക്ക് എന്താണ് അതിന്റെ ഒരു നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കണമെന്ന് പറയുന്നത് നമ്മളെ റിലേഷൻഷിപ്പ് അത് വീക്കാവുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തുമായി മാത്രമല്ല നമ്മളെ മെന്റൽ ഹെൽത്ത് കൂടെ അതുകൊണ്ട് ഇല്ലാതായി പോകും. കാരണം നമ്മൾ നന്ദിയില്ലാത്തൊരു മനസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന അനുഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ടുവോളം അതിന് നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് അനുഗ്രഹങ്ങളെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയാതാവുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിലൊരു നിരാശയാണ്. എനിക്ക് അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, അങ്ങനെ ആയിപ്പോയില്ലേ, ഇങ്ങനെ ആയിപ്പോയില്ലേ എന്നിങ്ങനെയുള്ള ഒരു നിരാശയിൽ കൂടെ ആയിരിക്കും പിന്നെ ജീവിതം തള്ളി നീക്കണ്ടാവുക. അതുപോലെ തന്നെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവില്ല. എപ്പോഴും ഒരു അശുഭകരമായ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഒരു നല്ല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചലഞ്ചസ് നമ്മുടെ മുന്നിൽ വരുന്ന ജീവിതം അങ്ങനെയാണല്ലോ, ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. ആ മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിനെ കോപ്പ് ചെയ്യാൻ, അതിനെ പിന്നെ അതിനൊരു സൊല്യൂഷൻ കാണാനോ അതിനെ ഓവർകം ചെയ്യാനോ ഉള്ള ഒരു സ്ട്രെങ്ത്, നമ്മുടെ ഒരു മൈൻഡ് പവർ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ഒരു ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സ് ഓൾറെഡി വീക്കാണ്. നമുക്ക് നമ്മുടെ സൃഷ്ടാവ് ദൈവം തമ്പുരാൻ
നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ. അതല്ല അത് പോരാ പോരാ ഇനിയും കിട്ടിയില്ല, ഇത് എന്താപ്പത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് വീക്കായി കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെയോ പ്രതിസന്ധികളെയോ ഓവർകം ചെയ്യാനുള്ള ധൈര്യം നമുക്കൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് വളരെയധികം യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് പിന്നെ പറയുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ സൊസൈറ്റിയിൽ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നാം ഒരു നന്ദിയില്ലാത്തൊരു സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും കാര്യമായിട്ട് അവര് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത്, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു, അതല്ലെങ്കിലും അതുപോലുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു. മറ്റൊരു സമയത്ത് നമുക്ക് ഹെൽപ്പ് ആവശ്യപ്പെടുന്ന സമയത്ത് അവർ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, നന്ദിയില്ലാത്തവര്. അന്ന് എത്രമാത്രം കഷ്ടപ്പെട്ട സമയത്ത് ഞാൻ സഹായിച്ചതാണ്, പക്ഷെ അതേ സമയം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഒരു വാക്ക് പോലും അന്വേഷിച്ചില്ല, ഒരു കോൾ ചെയ്തില്ല, എന്തൊരു നന്ദികേടാണ് കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതേപോലെ തന്നെയാണ് നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ നാം പറയുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യത്തിലും മറ്റുള്ളവരെ ചിന്തിക്കുക. എന്ത് ചെയ്തു കൊടുത്തിട്ടും എന്താണ്, ഒരു നന്ദിയുടെ ഒരു വാക്ക് പോലും ഇല്ല. എത്ര ചെയ്തു കൊടുത്താലും എവിടെയെങ്കിലും ഒന്ന് കുറയുമ്പോഴത്തേന് അതുമ്പോ പിടിച്ചിട്ടായിരിക്കും സംസാരിക്കുക. അതുവരെ ഒന്നും ചെയ്തു കൊടുക്കാത്ത പോലെ അത്രയും അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോ പിന്നെ ആ ആളുകൾക്ക് സാധാരണഗതിയിൽ ഒന്നും ചെയ്തു കൊടുക്കാനുള്ള ഒരു സാധാരണ മനുഷ്യന്മാർ, വലിയ വിശാല മനസ്കരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ജനങ്ങളിൽ നിന്നൊന്നും നന്ദി പ്രതീക്ഷിക്കുന്നവരല്ല. അവരുടെ ആ ഒരു വിശാല മനസ്കത കൊണ്ട് ഇങ്ങോട്ട് ശത്രുത കാണിക്കുന്നവർക്ക് പോലും അങ്ങോട്ട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. അത് അത്രയും വലിയ വിശാല മനസ്സാണ്. പക്ഷെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്ദിയുള്ള ഒരു സംസാരം, അതല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനം ഒന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും കാര്യമായിട്ട് ചെയ്തു കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടാവില്ല. അപ്പൊ എന്താ ഉണ്ടാവുക, സൊസൈറ്റിയിൽ നമ്മൾ ഒറ്റപ്പെടും, സോഷ്യൽ ഐസൊലേഷൻ സംഭവിക്കും. അതുമാതിരി തന്നെ അവരൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് തമ്മില് പിന്നെ ചെയ്യണം എന്തിനാണ്, എന്തിന് ഞാൻ ചെയ്തു കൊടുക്കണം, ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ആ ഒരു തർക്കം, വേണോ വേണ്ട എന്നുള്ള ആ ഒരു തർക്കത്തിലേക്കായിരിക്കും പിന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള അകൽച്ചകളിലേക്കൊക്കെ ആയിരിക്കും പിന്നെ ചെന്നെത്തുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് പോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അതിങ്ങനെ അതിനിങ്ങനെ കോട്ടം തട്ടിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് മെന്റലി നമ്മള് ശക്തിയുള്ളവരാണെങ്കിൽ, മെന്റലി നമ്മള് ഹെൽത്തി ആണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മൾ മെന്റലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഫിസിക്കലി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫിസിക്കലി വീക്ക് ആയിരിക്കും. അപ്പൊ ഈ നന്ദി ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമോഷണലി വീക്ക് ആയിരിക്കും. അവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു സംഗതി മുന്നേ വന്നു കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യേണ്ടതും അതെങ്ങനെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല മനസ്സിന്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷറിലൊക്കെ വേരിയേഷൻ സംഭവിക്കും, ഉറക്കം നഷ്ടപ്പെടും, പ്രതിരോധ ശേഷി നഷ്ടപ്പെടും, ഹോർമോൺസിൽ വേരിയേഷൻ സംഭവിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തെ സാരമായ രീതിയിൽ ബാധിക്കും. നമ്മുടെ ഹാർട്ട്, ലിവർ, അതുപോലെ തന്നെ കിഡ്നി, ഓരോ ഇന്റേണൽ ഓർഗനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. കാരണം മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. നന്ദിയില്ലാത്തൊരു മനസ്സാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല. അനുഗ്രഹങ്ങളെ നോക്കി കാണാൻ നമുക്ക് സാധിക്കില്ല. ചെറിയതാണെങ്കിൽ പോലും നമ്മൾ വലുതിലേക്ക് ചിന്തിക്കും. ഇപ്പൊ ചെറ്റക്കുടിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യോ എനിക്ക് വലിയൊരു മണിമാളിക വീട് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അവര് ആ സങ്കടം എപ്പോഴും മനസ്സിൽ കിടക്കും. അതേസമയം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെയുള്ളവരിലേക്ക് നോക്കണം, ചെറ്റക്കുടലിലേക്ക് നോക്കണം. അല്ല എന്റെ വീട് പോരാ, ഒന്നും കൂടെ കുറച്ചൊരു കൊട്ടാരം പോലെയുള്ള വീട് വേണം
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ മറ്റുള്ള വലിയ വലിയ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. പിന്നെന്താവും, കിട്ടുന്നതൊന്നും മതിയാവാതെ വരും. പലപ്പോഴും പല കുടുംബനാഥന്മാരും ശമ്പളത്തിന്റെ അപ്പുറം പല അവിഹിതമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നന്ദികേടോടുകൂടെ ജീവിക്കുമ്പോഴാണ്. വരവനുസരിച്ച് ചെലവാക്കാതെ വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കണം. അതൊരു പക്ഷേ പൊങ്ങച്ചത്തിന്റെ പേരിലായിരിക്കാം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ മറ്റുള്ളവരുടെ വീട്ടിലുള്ളത് പോലത്തുള്ള സൗകര്യം എന്റെ വീട്ടിലും വേണം. ഒരിക്കലും ഭർത്താവിന്റെ വരവനുസരിച്ചായിരിക്കില്ല. അപ്പൊ അതൊക്കെ ഒരു നന്ദികേടിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഈ വീട്ടില് ഒക്കെ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് എന്തായാലും നിർബന്ധിതരാവും. കൈക്കൂലി വാങ്ങാൻ നിർബന്ധിതരാവും. കള്ളക്കേസുകളിൽ പ്രതികളാവും. അപ്പൊ അങ്ങനെയുള്ള വിഹിതമല്ലാത്ത മാർഗങ്ങളിലൂടെ സമ്പാദിക്കേണ്ടി വരുന്നത് മിക്കവാറും നമ്മുടെ ആ സംതൃപ്തി ഇല്ലാത്ത ജീവിതം, നന്ദികേടിന്റെ ജീവിതം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താണ്, നമുക്ക് ഉറക്കം നഷ്ടപ്പെടും, നമ്മളെ ബ്ലഡ് പ്രഷർ കൂടും. അതൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അത് പഠനങ്ങള് സയന്റിഫിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചതാണ്. നന്ദിയുള്ളവരെ കുറിച്ചും നന്ദി ഇല്ലാത്തവരെ കുറിച്ചും ഉള്ള പഠനങ്ങളില് നന്ദിയുള്ളവർ പൂർവാധിക്യം ആരോഗ്യത്തോടു കൂടിയിട്ടും സംതൃപ്തിയോട് കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ജീവിക്കുന്നതായിട്ടും, അതേസമയം നന്ദിയില്ലാത്ത മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ട് അവരുടെ മെന്റലി ഫിസിക്കലി വീക്കായും കൊണ്ട് അവർ ജീവിക്കുന്നതായിട്ട്, അവരുടെ ആ ഒരു ആയുസ് എന്ന് പറയുന്നത് ചുരുങ്ങിയതായിട്ടൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. മൊത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ലൈഫിൽ, നമ്മുടെ മൊത്തം ജീവിതത്തിൽ ഒരു നല്ലൊരു അവസ്ഥയായിരിക്കില്ല, ആരോഗ്യകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കില്ല നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ. ഇനി ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നമ്മള് സ്പിരിച്വലി ഫുൾഫിൽമെന്റ് ആയിട്ടുണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടാവും. നമ്മുടെ വിശ്വാസം, അത് ആരായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ആ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം, ഞാനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം എന്താ? സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങളാണ്. ഞാൻ കാണുന്ന കാഴ്ചകൾ, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ ചെവി, എല്ലാം എന്റെ ഓരോ അവയവങ്ങളും എല്ലാം തന്നെ ആ സൃഷ്ടാവ് എനിക്ക് ദാനമായിട്ട് നൽകിയതാണ്. നമ്മൾ പറയാലോ, ഒരു അവയവം, എന്തെങ്കിലും ഒരു വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഒരു നഷ്ടം നമ്മൾ അനുഭവിക്കും. ഒരു കത്തി തട്ടി വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിരല് നമ്മൾ പൊക്കി പിടിച്ച് പണിയെടുക്കുമ്പോൾ നമുക്കൊന്നും വേറെ സ്പീഡ് കിട്ടില്ല എന്ന് പറയും. നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രമാത്രം വാല്യുബിൾ ആണ്, എത്രമാത്രം വിലയുണ്ട് എന്നുള്ളത് അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചാലും കോടികൾ ചെലവഴിച്ചാലും അതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്ന എപ്പോഴാണ്? അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. അപ്പൊ എന്താണ്, അപ്പൊ അതിനൊക്കെ നമ്മുടെ ഓരോ ശ്വാസത്തിനും നമ്മൾ നന്ദിയുള്ളവരാവുന്ന ഒരു അവസ്ഥയില് നാം എന്താണ്, നമ്മുടെ സൃഷ്ടാവ് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ആ ശ്വാസം ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ, ഒന്ന് തുമ്മിയാൽ ഒരു സെക്കൻഡ് സമയം നമ്മുടെ ഹൃദയമിടിപ്പ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുമ്മിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ശ്വാസം കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഒന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം തീർക്കാൻ വെള്ളം ഉള്ളിലേക്ക് എത്താതെ നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഒന്ന് ടോയ്ലറ്റിൽ പോവാണ്ടായി, പക്ഷെ അത് പോകുന്നില്ല പുറത്തേക്ക്, അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ഓരോ ശ്വാസത്തിനും ഓരോ അനുഗ്രഹങ്ങളും, ഓരോ ഉരുള ചോറിനും, ഓരോ ഭക്ഷണത്തിനും, നമ്മൾ ഈ കൈകൊണ്ട് കഴിക്കുന്നതിന്, അങ്ങനെ ഓരോ സംഭവത്തിനും നമ്മൾ നന്ദിയുള്ളവരാകുമ്പോ ശരിക്കും നമുക്ക് ആ മനസ്സിൽ ആ ഒരു ചിന്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കും. സൃഷ്ടാവുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് നമ്മുടെ മനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ മനസ്സിനെ ധൈര്യമുള്ളതാക്കി തീർക്കും. എപ്പോഴും എനിക്ക് ഇത്രയും ചെയ്തു തന്ന സൃഷ്ടാവിന് ഇനിയും ചെയ്തു തരാൻ കഴിവുണ്ടല്ലോ, താങ്ക് ഗോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനവും വല്ലാത്തൊരു കുളിർമയും അനുഭവപ്പെടും. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ അവയർനെസ് കൂടുതലാവും.
അതായത് എപ്പോഴും നമുക്ക് ഡിവൈൻ പ്രസൻസ് എപ്പോഴും നമുക്കുണ്ട് എന്നുള്ള ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മുടെ ബ്ലെസ്സിങ്സ് കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ പ്രകടമാകുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവും. ഒരു കാല് പോയൊരു മനുഷ്യൻ, ഒരു കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ കാല് പോയി, ഒരു ഒടിഞ്ഞൂലെ എന്ന് പറയുമ്പോ എന്താണ്, ആ മറ്റേ കാലുണ്ടല്ലോ. അതാണ് അവയർനെസ്. ഒരു വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിരലുകൾ ഉണ്ടല്ലോ. ഒരു കണ്ണിന്റെ കാഴ്ച പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ണിന്റെ കാഴ്ചയിലേ പോയിട്ടുള്ളോ, മറ്റേ കണ്ണുണ്ടല്ലോ. അതാണ് അവയർനെസ്. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളെയും കാണുക എന്നുള്ളതാണ് നമ്മുടെ അവയർനെസ്. അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡിവൈൻ പ്രസൻസ് നമുക്ക് മുന്നിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ. അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾ നല്ല ഒരു വെൽബീങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അമിതമായിട്ടുള്ള ദുഃഖങ്ങളോ അമിതമായിട്ടുള്ള സന്തോഷം, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും മനുഷ്യരുടെ ഒരു ഉന്മാദമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതേസമയം ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഡിപ്രഷനിലേക്ക് എത്തും. അപ്പൊ എന്താണ്, നമുക്കൊരു സന്തുലിതമായ ഒരു അവസ്ഥ, നമുക്ക് ആ ഒരു ഇമോഷണലി നമ്മള് ഒരു എന്താ പറയാ, ഒരു സന്തുലിതമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒരു ഇതിലായിട്ട് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി, കൂടുതൽ നെഗറ്റീവുകൾ ഇല്ലാതെ, കൂടുതൽ ഒരുപാട് ഓവറായിട്ട് ചിന്തിക്കാതെ എല്ലാ ഇമോഷൻസിനെയും, സന്തോഷമായാലും ദുഃഖമായാലും ദേഷ്യമായാലും എന്തെന്നായാലും നമുക്കൊക്കെ അതിനെ ഒരു പിന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുവാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവും. മാത്രമല്ല നമുക്ക് നിരാശ, അസൂയ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊന്നും നമ്മെ ബാധിക്കില്ല. കാരണം കിട്ടാത്തതിനും ഓർത്ത് നമ്മൾ നിരാശപ്പെടില്ല. മറ്റുള്ളവർക്ക് കിട്ടിയല്ലോ, എനിക്ക് എന്താണ് കിട്ടാത്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അസൂയപ്പെടില്ല. കാരണം നമുക്ക് കിട്ടുന്ന മറ്റുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്തതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ. അതുമാതിരി തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ദയ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും നമ്മൾ പോവുക. അതായത് നമ്മുടെ വീട്ടുകാർ, ഭാര്യ ഭർത്തൃ, ആ ഒരു റിലേഷൻഷിപ്പ്, ചെറിയ കുട്ടികൾക്ക് പോലും നാം നമ്മുടെ ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. നോക്കിയ 2 വയസ്സ് 3 വയസ്സായ കുട്ടികൾ, എനിക്കൊരു കൊച്ചുമോനുണ്ട്, എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൾച്ചർ മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടികളും, ആ വീട്ടിലുള്ള കുട്ടികളും അങ്ങനെ തന്നെ അത് വളരും എന്നുള്ളതാണ്. അപ്പൊ എന്താവും, നമ്മുടെ റിലേഷൻഷിപ്പ് വല്ലാതെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നന്ദിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷേപം ഉണ്ടാവില്ല. അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്, ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും കൊണ്ടു തരൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടാവില്ല. എന്താണ്, തിരക്കിനിടയിൽ മറന്നതായിരിക്കും, സാരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സ്നേഹവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടാവുക. എന്തായിരുന്നാലും എന്റെ നല്ല പാതി, എന്റെ ഇണ, എന്നെ മനസ്സിലാക്കുന്ന ആളാണ്. എന്തുകൊണ്ടേ കൊടുത്താലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നവളാണ് എൻ്റെ ഭാര്യ. അതല്ലെങ്കിൽ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും, ഒരു ചമ്മന്തി ആണെങ്കിലും അത് രുചിയോടുകൂടി സ്നേഹത്തോടു കൂടി കഴിക്കുന്ന ആളാണ്. ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങളോ അതല്ലെങ്കിൽ എന്നെ കൊച്ചാക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം, ഒരു മുഖഭാവം കൊണ്ട് പോലും എന്നെ വേദനിപ്പിക്കാതെ കഴിക്കുന്ന, ഞാൻ എന്താണോ കൊടുക്കുന്നത് അത് കഴിക്കുന്ന, അത് അനുഭവിക്കുന്ന ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്നുള്ളത് കൊണ്ട് എന്താണ്, വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹബന്ധങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുകളുടെയിലും പരസ്പരം മനസ്സിലാക്കുന്ന ഫ്രണ്ട്സുകളാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അഭാവം നമുക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കും അല്ലേ. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണല്ലോ. ഒരു ദിവസം വിളിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ദിവസേന കാണുന്നവരാണെങ്കിൽ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിന് വളരെയധികം അസ്വസ്ഥമായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതായിരിക്കും. നല്ലൊരു താങ്ക്ഫുൾ ആയിട്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, നന്ദി വാക്കിലൂടെയും അതുപോലെ തന്നെ കർമ്മത്തിലൂടെയും ഒക്കെ
നമുക്കൊരു ഉപകാരം ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതുപോലെ തന്നെ താങ്ക് യു എന്നൊരു വാക്കിൽ ഒതുക്കാതെ ചിലപ്പോൾ ഗിഫ്റ്റുകളായിട്ടോ ഒക്കെ അങ്ങോട്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എന്താണ്, നല്ല ഊഷ്മളമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കെട്ടിപ്പടുത്ത് ഉയർത്തുവാനും നമുക്ക് ഈ ഒരു നന്ദി എന്ന ഒരു രണ്ടക്ഷരം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തിരിച്ചറിയും നമുക്കൊരുപാട് ഗിഫ്റ്റ് ഫ്രം ഗോഡ്, അള്ളാഹുവിന്റെ അടുത്തുനിന്ന്, ദൈവത്തിന്റെ അടുത്തുനിന്ന്, ഈശ്വരന്റെ അടുത്തുനിന്ന് ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മ എന്താ ചിന്തിക്കുക, നമ്മുടെ കഴിവുകള്, നമുക്ക് ഗിഫ്റ്റായിട്ടുള്ള കഴിവുകള് അത് വെച്ചുകൊണ്ട് ഞാൻ എന്നെ വളർത്തണം, എനിക്ക് സെൽഫ് ഡെവലപ്മെന്റ് എനിക്ക് ഉണ്ടാവണം. അതാണ് എൻ്റെ ക്രിയേറ്റർ, എൻ്റെ സൃഷ്ടാവ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. എനിക്ക് ഈ കഴിവുകൾ തന്നുകൊണ്ട് അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം, ഞാൻ അതിനനുസരിച്ച് ഡെവലപ്പ് ആവണം, അത് സമൂഹത്തിന് ഉപകാരപ്പെടണം, വീട്ടുകാർക്ക് നാട്ടുകാർക്ക് ഉപകാരപ്പെടണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ സൃഷ്ടാവ് എന്നെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് നമ്മൾ തയ്യാറാവും. അതിനേതറ്റം വരെയും പോകും എന്നുള്ളതാണ്. ആ നന്ദിയുടെ ഒരു വിശാല മനസ്കതയുണ്ടെങ്കിൽ. അതല്ല നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ നാം നമ്മുടെ കഴിവുകളെ ഒന്നും നമ്മൾ തിരിച്ചറിയില്ല. മാത്രല്ല അത് ഒരാൾക്കും ഉപകാരമില്ലാതെ, സ്വന്തത്തിന് പോലും ഉപകാരമില്ലാതെ ഭൂമിയിൽ ജനിച്ചു ഭൂമിക്ക് ഭാരമായിട്ട് മരിച്ചാലും ജനിച്ചാലും ഭൂമിക്ക് ഭാരം എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും നാം ഇവിടുന്ന് വിട്ടേച്ചു പോവുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് അത് ഇംപ്രൂവ് ചെയ്യും. നല്ല ഉറക്കം കിട്ടും, ബെറ്റർ സ്ലീപ്പ് കിട്ടും. അതുമാതിരി തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസ്, അത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ പ്രതിരോധ ശേഷിയും. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം, ഉണർച്ച, ഇതൊക്കെ തന്നെ നമ്മുടെ ഈറ്റിംഗ് കൾച്ചർ, നമ്മുടെ നല്ല 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 ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയ അത് നന്നായാലാണ് നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുള്ളൂ. ആ കഴിച്ച ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഭക്ഷണമാണല്ലോ എന്ന് കരുതി ആസ്വദിച്ച് കഴിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ശരിക്കുള്ള ബെനിഫിറ്റ് നമ്മുടെ ശരീരം ഒബ്സർവ് ചെയ്യുള്ളൂ, നമ്മുടെ ശരീരത്തിന് അത് ലഭിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ TV കണ്ടിട്ടും അതുപോലെ തന്നെ മൊബൈൽ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അത് പഠനങ്ങൾ പറയുന്നതാണ്, അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് യാതൊരു നേട്ടവും ലഭിക്കില്ല എന്നുള്ളതാണ്. അതിലുള്ള പോഷകങ്ങളൊന്നും നമ്മുടെ ശരീരം വലിച്ചെടുക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സ് മുഴുവൻ നാം കാണുന്ന ഈ കാഴ്ചയിലാണ്. TV-യിലാണെങ്കിൽ TV-യില്, മൊബൈലിലാണെങ്കിൽ മൊബൈല്, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, ഇതിലായിരിക്കും നമ്മുടെ മനസ്സ് മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക. അതേസമയം ആ ഭക്ഷണത്തിൽ നമ്മൾ ആ രുചി ആസ്വദിച്ച് അതിന്റെ ആ ഒരു പോഷക സമൃദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടണം എന്നുള്ള ഒരു നെയ്യത്തോടു കൂടി, എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കഴിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉപബോധ മനസ്സ് അതിനു വേണ്ടിയിട്ട് തയ്യാറാവുകയുള്ളൂ എന്നുള്ളതാണ് പഠനം പറയുന്നത്. അപ്പൊ എന്താണ്, ഓരോ ഉരുള ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ വായിലേക്ക് ഒരു വെച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഭക്ഷണം എനിക്ക് നൽകിയ നാഥന സ്തുതി, എന്തൊരു രുചികരമായ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വായയെ ഒരുക്കി തന്ന എൻ്റെ ഉമിനീർ ഗ്രന്ഥികളെ, ഉമിനീറില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രന്ഥികളെ അതിനുവേണ്ടി തയ്യാറാക്കി തന്നു. അങ്ങനെ എൻ്റെ ഓരോ അവയവം അത് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ ഫുഡ് പൈപ്പ് അതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് എൻ്റെ ആമാശയത്തിൽ എത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മുടെ സൃഷ്ടാവുമായിട്ട് കൂടുതൽ അങ്ങ് അടുക്കും. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കഴിക്കുന്ന ആ ഒരു സംഗതിയുടെ ബെനിഫിറ്റ് അത് മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് വേണ്ടുവോളം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ഒരു പ്രതിരോധ ശേഷി അതിനോട് കൂടെ വർദ്ധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രകടമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഇൻക്രീസ്ഡ് ബ്ലെസ്സിങ്സ്. നമുക്ക് പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് പടച്ചവൻ തന്നെ പറയുന്നുണ്ട്, ലൈൻ ഷക്കർത്തൽ അസീദനക്കും എന്നുള്ളത്. നിങ്ങൾ നന്ദിയുള്ളവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാക്കി തരും എന്ന്
ഖുർആനിൽ പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ, ഏത് മതഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലും നന്ദിയുള്ള മനുഷ്യനെ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ള സന്ദേശം എല്ലാ മതഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനാണ് ഏറ്റവും നന്ദിയില്ലാത്തവൻ. നമ്മൾ തന്നെ അതിന് സാക്ഷികളുമാണ്. മറ്റു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ഭാഷയിൽ ആ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ, നായ, അതിന് നമ്മൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വാലാട്ടിയിട്ട് പിന്നെ നമ്മളെ കാണുമ്പോൾ അത് വാലാട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചകള് നമ്മെ കാണുമ്പോൾ നമ്മുടെ കാലിന്റെ ഇടയിലൂടെയൊക്കെ അതിന്റെ ചുറ്റി നടന്ന് നമ്മോട് ഇങ്ങനെ ചേർത്ത് നിന്നുകൊണ്ട് അത് നന്ദി പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. വിശേഷബുദ്ധി നൽകിയ മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആകാശഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മനുഷ്യന് വേണ്ടി സേവനം ചെയ്യും. എന്നിട്ടും മനുഷ്യൻ എവിടെയെങ്കിലും ഒന്ന് കുറയുമ്പോഴേക്കിനും, ഒരു അണുത്തൂക്കം എവിടെയെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കിനും നമ്മൾ നന്ദികേടിന്റെ വർത്തമാനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങള്, ബ്ലെസ്സിങ്സിനോട്, നമ്മുടെ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ സംഭവങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഇനി സൃഷ്ടികളോടും നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. സൃഷ്ടാവിനോട് മാത്രമല്ല, സൃഷ്ടികളോടും, നമ്മെ കൂടെ ജീവിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മോട് സഹവർത്തിത്വ ഉള്ള ആളുകളുമായിട്ട് നമ്മളെ, ഇപ്പൊ ഒരു ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരിക്കൽ ബസ്സിന് പോയ സമയത്ത് ആ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, താങ്ക് യു ട്ടാ, നിങ്ങളുടെ ഡ്രൈവിംഗ് വളരെ സ്മൂത്ത് ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് ആ ഒരു പുഞ്ചിരിയുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു സംതൃപ്തി. നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണ്, ആ ഹോട്ടലിൽ കയറുന്ന സമയത്ത് ആ ഹോട്ടലിൽ കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു ബോയിയോട് നമ്മൾ, വെള്ളം കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു മനുഷ്യനോട് നമ്മൾ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖത്തൊരു ചിരിയാണ്. ആ ചിരി നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്. അങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും കൈമാറുമ്പോൾ നമുക്ക് അത് നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യം, മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിരി, അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട്. അതായത് നാം മറ്റുള്ളവരോട് നന്ദി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടഫ് ഉള്ള ഒരു ടൈമില്, നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയില് നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയെങ്കിലും ഉണ്ടാവും. അതല്ല, നന്ദിയില്ലാത്തവരാണെങ്കിൽ എന്താ പറഞ്ഞിട്ട് കാര്യം, ഒരു നന്ദിയില്ലാത്തൊരു ഒരു സാധനമാണത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താവും, നമുക്ക് ഒരു ഇമോഷണലി ഉള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല, നമുക്ക് ഒരു പ്രാർത്ഥനയും കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗൈഡൻസും, അതുപോലെ തന്നെ എന്താണ്, ഒരു മെന്റർഷിപ്പും. നാം ആളുകളോട് നന്ദിയുള്ളവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ അതിന് നമ്മൾ എന്തെങ്കിലും ലൈഫിൽ വല്ല ചാലഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മ ഗൈഡ് ചെയ്യാൻ ആളുണ്ടാവും, നമ്മളെ മെന്റർ ചെയ്യാൻ ആളുണ്ടാവും. നമുക്ക് വളരെ സുഗമമായിട്ട് നമുക്ക് മല പോലെ കാണുന്നത് മഞ്ഞ് പോലെ, പുഷ്പം പോലെ, മുള്ളു പോലെ ഉള്ളത് പുഷ്പം പോലെയൊക്കെ അത്രയും പ്രയാസമില്ലാതെ കടന്നു പോകാവുന്ന രീതിയിൽ നമ്മളെ മെന്റർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ ആളുകൾ സപ്പോർട്ട്, വളരെയധികം കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ. പലപ്പോഴും ഈ വക സംഗതികൾക്കൊക്കെ നമ്മളെ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ ആ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ പലപ്പോഴും സമ്മതിക്കാറില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗൃഹനാഥന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നതോ, അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ നയിക്കുന്ന ആളുകളോ, അവർക്ക് എന്തെങ്കിലും നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, ആ നന്ദി പോയിട്ട് ഒന്ന് മുഖത്ത് നോക്കുക പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധിതമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തു, പക്ഷെ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പലപ്പോഴും ആളുകൾക്ക് തോന്നിക്കൊള്ളണം എന്നില്ല. എന്നതുപോലെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ.
നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിനൊരു നന്ദി പോലും ഇല്ലെങ്കിൽ പിന്നെ അത്രയും ആത്മാർത്ഥതയിൽ നമ്മൾ ചിലപ്പോൾ വെള്ളം ചേർത്തെന്ന് വരും. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും വിശാലമായ ആളുകൾ, വിശാലമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്ദി പ്രകടനത്തിന്റെ ഒന്നും ആവശ്യമല്ല. അവർ ചിന്തിക്കുക ഇതിനുള്ള ബെനിഫിറ്റ്, ഇതിനുള്ള പ്രതിഫലം അവിടുന്ന് കിട്ടും. മുകളിലിരിക്കുന്ന ആൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവിടുന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. പക്ഷേ മനുഷ്യർ തമ്മിൽ, മനുഷ്യരാണല്ലോ, മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ഊഷ്മളമായ ബന്ധം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ലഭിക്കാനും, അങ്ങനെയാണല്ലോ ജീവിതം. നമ്മൾ കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടവരാണ് സമൂഹത്തിൽ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി, നമുക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഞാൻ ഒറ്റക്കല്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ചെറിയൊരു സംഭവത്തിന് പോലും നന്ദി പറയുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. കാരണം അവരുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രയും വിനയമുള്ള, അത്രയും സ്നേഹമുള്ള, ആളുകളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സാണ് അവരുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റിയുടെ ഫീലിംഗും അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ, അതായത് നമുക്ക് ഒരു നമ്മൾ നന്ദി പറയുന്നതിലൂടെ എന്താണ്, ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് നമ്മളെ പല സംഗതികൾക്കും ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു അൺകണ്ടീഷണൽ, നമുക്കിപ്പോ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടീഷണൽ ആണ്. ഭാര്യ ആയതുകൊണ്ട് എനിക്ക് സ്നേഹം, ഭർത്താവ് ആയതുകൊണ്ട് സ്നേഹം, മക്കളായതുകൊണ്ട് സ്നേഹം, എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് സ്നേഹിക്കാതെ പറ്റൂല, എങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ പലപ്പോഴും നമ്മള് ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നതാണെങ്കിൽ പലപ്പോൾ നമുക്ക് അനുഭവപ്പെടും അൺകണ്ടീഷണൽ ലവ്, പരിധിയില്ലാത്ത ഒരു സ്നേഹം. ഞാൻ അവന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ആ ഉപകാരം ചെയ്തത്, അത്രമാത്രം എനിക്ക് നിന്നോട് സ്നേഹമാണ്, അതുകൊണ്ടാണ്. അവിടെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്, ആ നന്ദിയോട് കൂടിയിട്ടുള്ള ആ ഒരു പറച്ചിൽ മാത്രമല്ല, നന്ദിയോട് കൂടിയിട്ടുള്ള പ്രവൃത്തികളും ആ ഒരു സ്നേഹവും നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇങ്ങോട്ടും ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, പ്രത്യേകിച്ച് ഫാമിലിയിൽ, ഫ്രണ്ട്സിന്റെ ഇടയിൽ, അതുപോലെ തന്നെ ലൈഫ് പാർട്ട്ണർ, അങ്ങനെയുള്ള അതൊക്കെ എന്താണ് വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താവും, നമ്മുടെ മനസ്സിന് വളരെയധികം ശക്തി കൂടുന്നതായിട്ട് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണല്ലോ ഐകമത്യം മഹാബലം എന്നൊക്കെ അല്ലേ പറയണത്. എന്താണ്, സ്നേഹിക്കുന്ന, സ്നേഹത്തിന്റെ പാശം എന്ന് പറഞ്ഞ, സ്നേഹത്തിന്റെ കയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സ്ട്രോങ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പില്. അതുപോലെ തന്നെ നമുക്ക് ലിസണിങ്ങിനും അണ്ടർസ്റ്റാൻഡിങ്ങിനും ഉള്ള ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും. കേൾക്കുക, അല്ലെ, കേൾക്കാനാണല്ലോ ഇപ്പൊ ഒന്നും സമയമില്ലാത്തത്. നമ്മെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആള് നമ്മൾ അവർക്ക് സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വിലപ്പെട്ട ഒരു സംഗതിയാണ്. അത് നാം മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും, എന്നെ കേൾക്കാൻ ആളില്ലാത്തൊരു സമയത്ത് എന്നെ കേട്ട ഒരാളാണ്, എന്റെ വിഷമങ്ങൾ കേട്ട ഒരാളാണ്. പക്ഷെ അതിനെ ഒരിക്കലും ചൂഷണം ചെയ്യരുത് എന്നും കൂടെ ചേർത്ത് വേണം പറയാൻ. ഒരാൾ കേൾക്കുന്ന ആളാണെന്ന് കരുതിയിട്ട് അയാൾക്കും അയാളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സമയം അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാനും മക്കളുടെ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇവരെ കേൾക്കാനിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരാൾ കേൾക്കാനുണ്ട് എന്ന് കരുതിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. പക്ഷെ അതേസമയം നമ്മള് കേൾക്കുക, അപ്പൊ അത് എന്താണ്, അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരും. എന്തായിരുന്നാലും എന്നെ കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ചിലപ്പോ സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ അവിടെ വരും എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ മൊത്തം ജീവിതത്തില് ഈ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മള് താങ്ക് യു എന്നുള്ള ഒരു വേർഡ്, നന്ദി എന്നുള്ള ഒരു വേർഡ് നമ്മൾ നമ്മുടെ കൾച്ചറിന്റെ, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് അതിന്റെ ഒരു ബെനിഫിറ്റിനെ കുറിച്ച്, അതില്ലാതിരുന്നാലുള്ള നഷ്ടങ്ങളെ കുറിച്ചൊക്കെയാണ്. പിന്നെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ നന്ദിയുള്ളവരാണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ എന്താണ് ഒരു അപ്രീസിയേഷൻ പറയും, അതായത് അഭിനന്ദിക്കും.
ഔ നന്നായിട്ടുണ്ട് കേട്ടാ. അതേസമയം നന്നാവാത്തൊരു മുഖസ്തുതി എന്നുള്ള അർത്ഥത്തിലല്ല, ചെറിയ കാര്യങ്ങൾക്ക് വരെ ആ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പല നാട്ടിലും പല പിന്നെ രീതിയിലാണ്. ജപ്പാനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തല താഴ്ത്തിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ കാട്ടിയിട്ട്, അങ്ങനെ ആക്ഷനിലൂടെയും എന്താണ് വാക്കിലൂടെയൊക്കെ അവര് നന്ദി പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, അത് അവര് അപ്പോൾ ജീവിക്കുന്നത് ആരായിരിക്കും, അതായത് അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നിലവിൽ ഇനി അന്ന് നാളെ ഭാവിയിൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കില്ല. കഴിഞ്ഞ കാലത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ളത് ഓർത്ത് സങ്കടപ്പെടുകയല്ല. ഇപ്പൊ നിലവിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിന് താങ്ക് ഗോഡ്. നിലവിൽ എനിക്ക് വീടുണ്ട്, നിലവിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട്, നിലവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, താങ്ക് ഗോഡ്. അങ്ങനെ ആ ഒരു മൈൻഡ്ഫുൾനെസ്സിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഹ്യൂമിലിറ്റി എന്നുവെച്ചാൽ പിന്നെ ഒരു താൻ പൊരുമ, ഞാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചിന്തയില്ല. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, മറ്റുള്ളവർക്കൊന്നും അത്രയില്ല എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവരൊക്കെ എനിക്ക് നന്മ ചെയ്യേണ്ടവരാണ്, അതൊക്കെ അവരുടെ ബാധ്യതയാണ്, എന്നെ നോക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്, അത്രേ അവര് ചെയ്തിട്ടുള്ളൂ, അതിനിപ്പോ ഞാൻ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കാതെ എന്താണ്, എത്ര വലിയ സ്ഥാനത്തെത്തിയാലും എത്ര വലിയ ആളുകളായാലും അവർക്ക് എന്താവും, ആ ഒരു വിനയഭാവം ഉണ്ടാവും, ആ ഒരു ദയം, ആ ഒരു കരുണയൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. അവര് എംപത്തറ്റിക് ആയിരിക്കും. എംപത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി മാത്രമല്ല, സിമ്പതി നമുക്ക് എല്ലാവരോടും തോന്നാം, പക്ഷെ എംപത്തറ്റിക് ആവുക എന്ന് പറഞ്ഞാല് അധികം ആളുകൾക്കും സാധിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് വെച്ച് നമ്മെ ചിന്തിക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു 90% മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. ഇപ്പൊ വയനാട് നമ്മൾ സംഭവിച്ചു കണ്ടു, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ ആ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത് നമ്മുടെ മക്കള്, നമ്മുടെ ഉറ്റവര്, നമ്മുടെ രക്തബന്ധത്തിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ നാം തന്നെയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒരു മിനിറ്റ് നേരം അവരുടെ സ്ഥാനത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ പലതും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് എംപത്തറ്റിക് ആവുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അവർ ഭയങ്കര പവർ ഉള്ളവരായിരിക്കും, ഇന്നർ സ്ട്രെങ്ത് ഉള്ളവരായിരിക്കും. എന്ത് തന്നെ മുന്നിൽ വന്നാലും എന്താണ്, അതിനെല്ലാം എനിക്ക് എൻ്റെ ദൈവമുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇന്നർ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു വരാനിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് വല്ലാതെ ഉത്കണ്ഠപ്പെടുകയോ അതല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ കാര്യത്തിനെ കുറിച്ച് അമിതമായിട്ട് ആഹ്ലാദിക്കുക, അമിതമായിട്ട് ദുഃഖിക്കുക, ഇതൊന്നുമില്ലാതെ നല്ലൊരു അവസ്ഥയിലുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയിലുള്ള ഒരു ധൈര്യത്തിലും ഒക്കെ ഒരു സ്ട്രെങ്തോട് കൂടിയൊക്കെ പോകുന്ന ആളുകളായിരിക്കും അവര്. അതുപോലെ തന്നെ അവരുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അവരുടെ സമയം അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസ് അതൊക്കെ അവരുടെ ദയയുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കാം. അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ്, സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഊഷ്മളമായ റിലേഷൻഷിപ്പ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി അവർ വെൽ ബീൻ ആയിരിക്കും. നല്ല അവരുടെ വികാരങ്ങളായാലും വിചാരങ്ങളായാലും മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നതായാലും അതിനൊക്കെ ഒരു സന്തുലിതാവസ്ഥ. അതായത് അതിന് അമിതമായിട്ട് ആളുകളോട് ചൂടാവാതെ, അമിതമായിട്ട് അവരോട് കയർത്ത് സംസാരിക്കുക, അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് ഒരു തുല്യമായ ഒരു അവസ്ഥയിലായിരിക്കും അവർ സംസാരിക്കുമ്പോഴായാലും അവരുടെ ഇമോഷൻസിന്റെ കാര്യത്തിലായാലും എന്താണ്, അവരൊക്കെ ഒരു കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ആയിട്ട് ഉണ്ടാവും. അവരോട് സംസാരിച്ചാൽ തന്നെ നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള ആളുകളായിരിക്കും എന്താണ്, മനസ്സിൽ നന്ദി എന്നുള്ള ഒരു ചിന്ത നിറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സൃഷ്ടികളോടായാലും സൃഷ്ടാവിനോടായാലും നന്ദി പ്രകടിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും അവര്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് സംസാരിക്കാൻ തന്നെ വലിയൊരു ഇഷ്ടമായിരിക്കും. നമ്മളിനിയിപ്പോ എന്ത് കൊടുത്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ആ ഒരു നന്ദിയുള്ള മനസ്സ് എപ്പോഴും അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനമായിരിക്കും. അങ്ങനെയുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ റോൾ മോഡല് ആക്കാനും ഇഷ്ടപ്പെടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ ഈ ഒരു നന്ദി എന്നുള്ള ഒരു കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ പകർത്താം. EFTയിൽ നമ്മൾ ഇത് ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും 1 by 1 ആയിട്ട്
നമ്മൾ എഴുതി വെക്കുക. ഒരു ദിവസം ഒരു മിനിമം 5 എണ്ണെങ്കിലും എഴുതി വെക്കുക. ഒരു ജേണൽ എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയാം. ഒരു 5 അനുഗ്രഹങ്ങളെങ്കിലും നമ്മൾ എഴുതി വെക്കുക. എനിക്ക് കാഴ്ചശക്തി നൽകിയതിന്, എനിക്ക് കണ്ണിന്റെ ചലനങ്ങൾ അല്ലെ, നമ്മളിപ്പോ ഒന്നും ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ കഴിയാതെ വെറും ഇങ്ങനെ മുന്നിലേക്ക് മാത്രം നോക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിന്റെ കൺപീലി ഒന്ന് ഇമ വെട്ടുക എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. അത് നമ്മുടെ ഈ കണ്ണിന്റെ നനവ് നിലനിർത്താൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതില്ലെങ്കിൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കണ്ണ് പൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു കണ്ണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളും. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സുകളും, എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ഒരു ദിവസം 5 വീതം എഴുതിയാൽ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അടുത്തത് എന്താണ്, അടുത്ത ഒരു 50 100 ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ വിചാരിക്കും ഇനി എന്താ എഴുതാ, ഇനി എഴുതാ. പക്ഷെ അത് വെറുതെയാണ്. നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾക്ക് എഴുതാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തിരമാലകൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ. അങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളൊന്നൊരു ആവർത്തി വായിച്ചു നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം വെച്ചാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. നമ്മൾ കാണുമ്പോഴാണല്ലോ നമുക്ക് അതിന് വർധനവ് അനുഭവപ്പെടുക. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്ന, നമ്മളിങ്ങനെ ചിന്തിക്കും ഇനി എന്താണ്, ഇനി എന്താണ്, എന്താണ് അനുഗ്രഹമാണ് ഇനി എഴുതാനുള്ളത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ബ്ലെസ്സിങ്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുന്നുകൂടി വരുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടും എന്നുള്ളതാണ്. നമ്മൾ EFTയിലൂടെ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനൊരു ടാപ്പിംഗ് തന്നെ ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ടാപ്പിംഗ്. EFTയിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഓരോ അവയവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടാപ്പിംഗ് തന്നെ ഉണ്ട്. അത് നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. മെന്റലി മാത്രമല്ല ഫിസിക്കലി നമുക്ക് ഹെൽത്തി ആവുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ നമ്മുടെ പിന്നെ അടുത്ത ബാച്ച് ഈ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ അതിലിടും, ആ നമ്പറിൽ ബന്ധപ്പെടാം കേട്ടോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ. ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായതിന് നിങ്ങളോട് സോറി പറയാണ്.